തൊഴിലാളി സമരചരിത്രങ്ങൾക്കിടയിൽ അന്തിക്കാട് സമരം ഇന്നും ജ്വലിക്കുന്ന ഒരു അധ്യായമാണ്. അധികാരികളും കരിങ്കാലികളും തൊഴിലാളി സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും അതിനെല്ലാം ചെറുത്തു തോൽപ്പിച്ച അന്തിക്കാട് സമരം പുതുതലമുറയ്ക്കുള്ളിൽ ഇന്നും വിപ്ലവ വീര്യം നിറയ്ക്കുന്നു. പിറന്ന മണ്ണിന്റെ മോചനത്തിനായുള്ള പോരാട്ടങ്ങളിൽ കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും പുന്നപ്പറ വയലാറിന്റെയും ഒപ്പം മലയാളി ഹൃദയത്തിൽ ചേർത്തുവെച്ച ഗ്രാമമാണ് അന്തിക്കാട്. കേരളത്തിലെ ചിത്തുതൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രഭവ കേന്ദ്രം. 1941-46 കാലഘട്ടത്തിലാണ് പ്രസിദ്ധമായ അന്തിക്കാട് ചിത്തുതൊഴിലാളി സമരം നടക്കുന്നത്. കേവലം തൊഴിലാവകാശ സമരം മാത്രമായിരുന്നില്ല അത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ കൂടി ഭാഗമായിരുന്നു. തൊഴിലാളികളെ അടിമകളെ പോലെ മൃഗതുല്യമായി പീഡിപ്പിച്ച കെട്ടകാലത്താണ് സഖാവ് ജോർജ് ചടയമുറി പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശാനുസരണം ഇവിടെയെത്തി തൊഴിലാളികളെ സംഘടിപ്പിച്ചത്. കൂലിവർദ്ധനയ്ക്ക് വേണ്ടി 4 ദിവസം നീണ്ട പണിമുടക്ക്. എന്നാൽ പണിമുടക്കിനെ പൊളിക്കാൻ ഗുണ്ടകളെയും പോലീസിനെയും ഇറക്കി. പോലീസ് സംരക്ഷണയിൽ കള്ളുകൊണ്ടുപോകാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിനായി 15 കോൺട്രാക്ടർമാരെ ഇറക്കി. ഇതിനെ നേരിടാൻ ചിത്തുതൊഴിലാളി യൂണിയൻ തീരുമാനിച്ചു. പോലീസ് സംരക്ഷണയിൽ കൊണ്ടുവന്ന കള്ളുകുടങ്ങൾ പ്രവർത്തകർ അടിച്ചുടച്ചു. ഒരു പോലീസുകാരനെ പിടിച്ചു നിർത്തി ഇൻകുലാബും വിളിപ്പിച്ചാണ് വിട്ടയച്ചത്. തൊഴിലാളി പ്രക്ഷോഭത്തെ നേരിടാൻ പട്ടാളത്തെ ഇറക്കി. ചിത്തുതൊഴിലാളി യൂണിയനെ നിരോധിച്ചു. കള്ളു തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ പുതിയ സംഘടന ഉണ്ടാക്കിയെങ്കിലും അതും നിരോധിച്ചു. യൂണിയൻ പിരിച്ചുവിടാതെ സമരത്തിൽ ഇടപെടില്ലെന്നായിരുന്നു സർക്കാരിന്റെ അന്ത്യശാസനം. ഇതോടെ തൊഴിലാളികളുടെ വീര്യം വർദ്ധിച്ചു. ഇതിനിടെ പുതിയ തൊഴിലാളി സംഘടനയുണ്ടാക്കി സമരത്തെ പൊളിക്കാനുള്ള ശ്രമങ്ങളും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അധികാരികളും കരിങ്കാലികളും ചേർന്നുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അന്തിക്കാട്ടുകാർക്ക് ഇന്നും ഉള്ളിൽ ആവേശം നിറയും. കയ്യൂരും കരിവള്ളൂർ ഒക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിലാണല്ലോ അന്തിക്കാട് പറയുന്നത്. കേരളത്തിൻ്റെ മോസ്കോ എന്ന് അറിയപ്പെടുന്ന അന്തിക്കാട് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ കാണുന്ന സവിശേഷ സാഹചര്യങ്ങൾ പോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങനെ ചെത്തണമെങ്കിൽ എന്തു വേണം? കൊല വേണം. കൊല ഉണ്ടായെങ്കിൽ ചെത്താൻ പറ്റുള്ളൂ. അപ്പോൾ സമരത്തിൻ്റെ ഭാഗമായി ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ ചെത്തുന്ന ആളുകളുടെ മുഴുവൻ തെങ്ങിൻ്റെ കൊലയും അറുത്തിടുക എന്നുള്ള തീരുമാനം യൂണിയൻ എടുക്കുകയും ഒറ്റ രാത്രി കൊണ്ട് ഏകദേശം 2000 തെങ്ങിൻ്റെ കൊല അറുത്തിടുന്ന സമരമാണ് വിഖ്യാതമായിട്ടുള്ള കൊലമുറി സമരം. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ കേരളത്തിന്റെ മോസ്കോ എന്നറിയപ്പെട്ടിരുന്ന അന്തിക്കാട് കർഫ്യൂ നിഴലിലായിരുന്നു. തൊഴിലാളി വീര്യത്തിന് മുന്നിൽ ഭരണകൂടം അടിയറവ് പറഞ്ഞതിന്റെ ഉദാഹരണമായിരുന്നു അന്തിക്കാട് സമരം. 8 പതിറ്റാണ്ടിനിപ്പുറവും അന്തിക്കാടിന്റെ വിപ്ലവ വീര്യത്തിന് കുറവില്ല. പി സലീമിനൊപ്പം ശരത് ഓങ്ങല്ലൂർ.